നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസുകളും ഫോട്ടോസുകളും ഒക്കെ എടുക്കാറുണ്ട്. ഫോണിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി നോക്കിയിട്ടായിരിക്കും മിക്ക ആളുകളും ഫോൺ വാങ്ങുന്നത് തന്നെ. എന്നാൽ നമ്മളുടെ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ നമ്മൾ ഉദ്ദേശിച്ച ഫീച്ചറുകളൊന്നും തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് നമുക്കൊരു വീഡിയോ ഷെഡ്യൂൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മറ്റാരും കാണാതെ രഹസ്യമായിട്ട് നമുക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്യണം. സ്ക്രീനൊക്കെ ഓഫ് ചെയ്തിട്ട് ക്യാമറ മാത്രം പ്രവർത്തിപ്പിച്ചിട്ട് നമുക്കൊരു വീഡിയോ എടുക്കണം. ഇതൊന്നും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ ഉണ്ടാകുകയില്ല. ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് വീഡിയോ റെക്കോർഡർ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പെർമിഷനൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ അക്സെപ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതായത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഏത് ഫോൾഡറിലാണ് സ്റ്റോറായി നിൽക്കേണ്ടത് എന്ന് നിങ്ങൾക്കിവിടെ ചോദിക്കുന്നുണ്ട്. ചൂസ് സ്റ്റോറേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ഫോൾഡർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ DCIM എന്ന ഈ ഫോൾഡറാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തുടർന്ന് യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെയാണ് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വീഡിയോ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് വലതുവശത്ത് താഴെ ഒരു 3 ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെഡ്യൂൾ വീഡിയോ റെക്കോർഡിംഗ് എന്ന ഒരു ഓപ്ഷൻ രണ്ടാമതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ താഴെ ആഡ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച ദിവസവും ടൈമും ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ടുഡേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് ഇവിടെ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. തുടർന്ന് തൊട്ട് താഴെയായിട്ട് വീഡിയോ ഷെഡ്യൂൾ സ്റ്റാർട്ട് ടൈം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 24 ഹവേഴ്സിൻ്റെ ആ ഒരു രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ടൈം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഇവിടെ ടൈം നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 2 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എത്ര മിനിറ്റാണോ റെക്കോർഡ് ചെയ്യേണ്ടത് ആ മിനിറ്റ് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതും ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബാക്ക് ക്യാമറയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും മുകളിൽ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സെറ്റ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ഓഫ് ആണെങ്കിലും ഓൺ ആണെങ്കിലും വീഡിയോ റെക്കോർഡാകും. നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ടൈം ആകുമ്പോൾ മാത്രമാണ് ഇത് റെക്കോർഡ് സ്റ്റോപ്പ് ആകുന്നത്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടും നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.